എന്തോ നീ തപ്പുന്ന? ട്രോഫി കാണിക്കട്ടെ. ആരുടെ? അച്ഛന്റെ. എന്തോ ട്രോഫി? പാട്ട് പാടിയ ട്രോഫി. പാട്ട് പാടിയ ട്രോഫി? എവിടെ പോണ്? തൊണ്ട വെള്ളം കുടിക്കും. ഈ വെള്ളം കുടിക്കുന്നത് ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. കുറെ ട്രോഫികൾ. പണി പാളി. 10,000 ട്രോഫികളുണ്ടോ? അതെ. ട്രോഫി അതായത് കൊല്ലം സുധി എന്ന കലാകാരന് കിട്ടിയ പുരസ്കാരങ്ങളെല്ലാം കട്ടിലിനടിയിൽ. ഓക്കെ, എനിക്ക് തോന്നുന്നു അവിടെ വെക്കാൻ സ്ഥലമില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും കട്ടിലിനടിയിലൊക്കെ വെച്ചിരിക്കുന്നത്. അതെ അതെ. ഇത് കഴിഞ്ഞ് വേറൊരു കാര്യം കൂടെ കൊച്ചു കാണിക്കുന്നുണ്ട്, അതും കൂടെ നിങ്ങൾ കാണണം. അമ്മയ്ക്ക് കിട്ടിയ ട്രോഫിയെ പറ്റിയും കൂടെ അറിയണമല്ലോ, അതെവിടെ ഇരിക്കുന്നതെന്ന്. വെച്ചോ? എന്റെ അമ്മേന്റെ ട്രോഫി കാണിച്ചത്. എന്താ ഉറക്കം വരുന്നു. ഓഹോ, എങ്ങനെ ഇരിക്കണം? ട്രോഫി അതായത് കൊല്ലം സുധി എന്ന കലാകാരന് കിട്ടിയ പുരസ്കാരങ്ങളെല്ലാം കട്ടിലിനടിയിൽ. മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. എന്ത് പോക്കത്തരമാണ്ടോ താനീ കാണിച്ചേ? സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. ആളുകൾ അങ്ങോട്ട് കയറി ചെല്ലുന്ന എല്ലാരും കാണുന്ന ആ ഒരു സ്ഥലത്ത് ആ ഒരു ടേബിൾ പോലുള്ള സാധനത്തിന്റെ മുകളിൽ നിരത്തി വെച്ചിരിക്കുന്നു രണാസുനിക്ക് കിട്ടിയ ട്രോഫികൾ. അച്ഛന് കിട്ടിയ ട്രോഫി കട്ടിലിന്റെ അടിയിൽ. കൊള്ളാം. അപ്പൊ ഞാൻ പൊട്ടനാ? ആ പാവം ലക്ഷക്കണക്കിന് കാശ് മുടക്കി ലോകം മുഴുവൻ നടന്നെലിഞ്ഞുണ്ടാക്കിയതാ. അതൊന്നും എനിക്കറിയാൻ മേല. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. രേണുവിനെ പോലെ കഴിവുള്ള യുവ നടിമാരുടെ ഒക്കെ ട്രോഫികൾ സ്വാഭാവികമായിട്ടും വീടിന്റെ ഫ്രണ്ടിൽ വെക്കാറുണ്ടല്ലോ. അപ്പൊ ആളുകൾ വരുമ്പോ ഇത്രയും ട്രോഫികൾ ഓസ്കാർ ലെവൽ സാധനങ്ങളൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതെന്തിനൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് ഒരു പിടുത്തവും ഇല്ല. അതെനിക്കും അറിയില്ല. ഏത് വെടലകളാണ്, എന്തിന്റെ പേരിലാണ്, ആൾക്കാരെ വെറുപ്പിച്ചതിന്റെ പേരിലാണോ ട്രോഫി കൊടുത്തതെന്ന് മനസ്സിലാവുന്നില്ല. കൊച്ചാക്കി ഇവിടെ നിൽക്കണേ. എനിക്ക് തോന്നുന്നു ഏറ്റവും ആളുകളെ വെറുപ്പിച്ച കോണ്ടന്റ് ക്രിയേറ്ററിനുള്ള അവാർഡുകളായിരിക്കണം അവിടെ ഇരിക്കുന്നത്. പക്ഷെ കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരൻ പുള്ളി സ്വന്തമായിട്ട് കയറി വന്നവനാണ്. ആരുടെയും പേര് തന്റെ പേരിന്റെ ഒപ്പം ഇല്ല, വാല് പോലില്ല. ആ പേരിന്റെ ബലത്തിൽ കയറി വന്നതല്ല, അങ്ങേരുടെ കഴിവ് കൊണ്ട് കയറി വന്ന് അങ്ങേർക്ക് കിട്ടിയ പുരസ്കാരം. ആ പുരസ്കാരങ്ങൾ എടുത്ത് കട്ടിന്റെ അടിയിൽ വെക്കുക എന്ന് പറയുമ്പോൾ തന്നെ ചവിട്ടി പുറത്താക്കി എന്ന് പറയുന്നതിനായിരിക്കും തുല്യം. ഈ പുരസ്കാരങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് പഴയ പല ഇന്റർവ്യൂസിനകത്ത് നമുക്ക് കാണാൻ പറ്റും. രേണു സുധി ഇരിക്കുന്നതിന്റെ ബാക്കിൽ ഈ പുരസ്കാരങ്ങൾ ഇങ്ങനെ വെച്ചേക്കുന്നത്. ലുക്ക് ഇതൊന്നും അല്ലല്ലോ. എന്റെ ബാക്കിൽ കണ്ട ട്രോഫി ഇരിപ്പുണ്ട് കേട്ടോ, കണ്ടോ? കൊല്ലം സുധിയുടെ ട്രോഫിയാണ്. അന്ന് അതിന് ആവശ്യം ഉണ്ടായിരുന്നു. റീച്ചിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കൊല്ലം സുധിയുടെ ട്രോഫിയും ഫോട്ടോസും ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ല. ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കും. എന്ത് കൊടുത്താലും, വീട് കൊടുത്താലും, എന്ത് കൊടുത്താലും എനിക്കല്ല, എനിക്കും എന്റെ പിള്ളേർക്ക് അത് ഏട്ടനുള്ളതാണ്. എന്റെ സുധിച്ചേട്ടന് താമസിക്കുന്ന വീടായിരിക്കണം അത്. സുധിച്ചേട്ടനുണ്ട്. സുധിച്ചേട്ടൻ കട്ടിലിന്റെ അടിയിലുണ്ട്. എന്റെ സുധിച്ചേട്ടന് താമസിക്കുന്ന വീടായിരിക്കണം അത്. സുധിച്ചേട്ടനുണ്ട്. സുധിച്ചേട്ടൻ കട്ടിലിന്റെ അടിയിലുണ്ട്. എന്റെ സുധിച്ചേട്ടന് താമസിക്കുന്ന വീടായിരിക്കണം അത്. സുധിച്ചേട്ടനുണ്ട്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്.